ഈ ആഴ്ചത്തെ ക്യാപ്റ്റൻസി എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ലാലേട്ടൻ ആദ്യമായി ചോദിച്ചത് അനീഷിനോടായിരുന്നു. അനീഷ് എണീച്ച് നിന്നിട്ട് പറയുന്നുണ്ട്, 3 ആഴ്ചത്തെ ക്യാപ്റ്റൻസിയിൽ വെച്ച് ഏറ്റവും മോശമായ ഒരു ക്യാപ്റ്റൻസി ഈ ആഴ്ചത്തേതായിരുന്നു. അതായത് ആര്യൻ്റെത് ഏറ്റവും മോശം ക്യാപ്റ്റൻസി ആര്യൻ്റെതാണെന്നാണ് അനീഷിൻ്റെ പറച്ചിൽ. അനീഷ് പറയുന്നത് കേട്ടിട്ട് മറ്റ് മത്സരാർത്ഥികൾ ഇത്രയും ചിരിക്കുന്നുണ്ട്, ചിലർ കയ്യും കൊട്ടുന്നുണ്ട്. ഒരു തരത്തിലുള്ള കാര്യക്ഷമതയോ ഒരു തരത്തിലുള്ള സീരിയസ്നെസ്സോ കാണിക്കാതെയാണ് ആര്യൻ എന്ത് തരം ഇമോഷൻസാണ് കാണിക്കേണ്ടതെന്ന് അറിയാൻ വയ്യാത്ത എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന ഒരു സാമ്പാർ പോലെയാണ് ആര്യനെന്നാണ് അനീഷ് പറയുന്നത്. അടുത്തതായി ലാലേട്ടൻ അക്ബറിനോടാണ് ചോദിക്കുന്നത് ആര്യൻ്റെ ക്യാപ്റ്റൻസിയെ പറ്റി. അപ്പോൾ അക്ബർ എണീറ്റ് നിന്നിട്ട് പറയുന്നുണ്ട്, ആര്യൻ ഇങ്ങോട്ട് പറയുന്നത് ആര്യന് മനസ്സിലാവത്തില്ല, നമ്മൾ അങ്ങോട്ട് പറയുന്നതും ആര്യന് മനസ്സിലാവത്തില്ല. 10-20 മിനിറ്റ് എടുക്കും ഒരു കാര്യം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ. എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മൾ പറയുന്നത് മനസ്സിലാക്കാതെ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നതായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ലാലേട്ടാ. അടുത്തതായി ശാരിക കെ.വിയോടാണ് ചോദിക്കുന്നത്. ശാരിക എണ്ണീറ്റ് എന്ന് പറയുന്നുണ്ട്, എനിക്കും ഇങ്ങനെ തന്നെയാണ് ലാലേട്ട അഭിപ്രായം. പിന്നീട് രേണുസുതിയോടാണ് ചോദിച്ചത്. രേണുസുതിയോട് പറയുന്നുണ്ട്, സത്യസന്ധമായിട്ട് ഒരു മറുപടി പറയൂ, ആര്യൻ്റെ ക്യാപ്റ്റൻസി എങ്ങനെ ഉണ്ടായിരുന്നു? വലിയ കുറ്റങ്ങളൊന്നും പറയാതെ രേണു മറുപടി പറയുന്നു. അടുത്തതായി ലാലേട്ടൻ ചോദിക്കുന്നത് ശൈത്യയോടാണ്. ശൈത്യ പറയുന്നു, ആര്യൻ്റെ ക്യാപ്റ്റൻസി നടന്ന സമയത്താണ് ഇവിടെ ഏറ്റവും കൂടുതൽ വഴക്കുകൾ ഉണ്ടായെന്ന് തോന്നുന്നു. പ്രശ്നങ്ങളുണ്ടായതും ഈ സമയത്ത് തന്നെയാണ്. ആദ്യമൊക്കെ എല്ലാം സോൾവ് ചെയ്ത് പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പിന്നെ പിന്നെ കയ്യിൽ നിന്ന് പോയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട്, ശൈത്യയുടെ കാര്യത്തിൽ എന്തോ ഒരു പ്രശ്നമുണ്ടായില്ലേ, എന്തുവായിരുന്നു അത്? അപ്പം ശൈത്യ പറയുന്നുണ്ട്, ഞാൻ സ്റ്റോറി പറഞ്ഞ സമയത്ത് ആര്യൻ ചിരിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് പക്ഷേ ഞാൻ ഇമോഷണലി ഡൗൺ ആയിട്ടിരിക്കുന്ന സമയമായിരുന്നു. അതിന് ആര്യൻ മറുപടി പറയുന്നുണ്ട് ലാലേട്ടനോട്, അത് ഞാൻ വേറെന്തോ കാര്യം ആലോചിച്ചിട്ട് ആ സമയത്ത് ഞാൻ ചിരിച്ചു പോയി ലാലേട്ട. എനിക്ക് ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. ഞാനങ്ങനെ എൻ്റെ നടുവിനിങ്ങനെ കൈ വെച്ചിട്ടിങ്ങനെ ആര്യൻ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ സൈഡിലോട്ട് നോക്കിയപ്പം എൻ്റെ എതിരിലിരുന്ന ആൾ എന്നെ നോക്കി ചിരിച്ചു. അപ്പം ഞാൻ ചിരിച്ചു പോയെന്ന് പറയുന്നു. അടുത്തത് അഭിലാഷ് എണ്ണീറ്റിട്ട് പറയുന്നുണ്ട്, ഞാൻ നോക്കിയപ്പം ശൈത്യ ഇമോഷണലി അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പം 2-3 പേരിരുന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അത്രമാത്രം ഒരു സിറ്റുവേഷനിൽ ഇരുന്നത് കൊണ്ട് എനിക്കറിയാം അത് എന്തോരം വിഷമം ഉണ്ടാവുമെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാനെനിക്ക് ശ്രദ്ധിച്ചു. അതുകൊണ്ട് ഞാൻ ആ സ്റ്റോറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാവരോടത്തും ദേഷ്യപ്പെട്ടു. പിന്നീട് ഞാൻ അതിന് എല്ലാവരോടും സോറി പറഞ്ഞു. അത് ഇച്ചിരി കൂടുതലായിപ്പോയി. പിന്നീട് സോറി പറഞ്ഞെന്ന് അഭിലാഷ് പറയുന്നുണ്ട്. അടുത്തത് ബിന്നിയോടാണ് ലാലേട്ടൻ ചോദിക്കുന്നത്. അങ്ങനെ സിറ്റുവേഷണൽ ഔട്ട്ബസ്റ്റ് ഉണ്ടാവുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ബിന്നി അതിന് ലാലേട്ടനോട് മറുപടി പറയുന്നു, ഇങ്ങനെ ഉണ്ടാവാം, പക്ഷേ സിറ്റുവേഷനുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഇമോഷണൽ ഇടുവാണെങ്കിൽ സൈക്കോളജിസ്റ്റിനെ കാണിക്കണമെന്ന് ഞാൻ പറയുകയുണ്ടായി. വീണ്ടും ലാലേട്ടൻ ഒനിലിനോട് ചോദിക്കുകയാണ്, എല്ലാവരും ഇങ്ങനെ സ്റ്റോറി പറഞ്ഞുകൊണ്ടിരുന്നായിരുന്നു. അപ്പോൾ ശൈത്യ വന്ന സമയത്ത് അവരുടെ സ്റ്റോറി പറഞ്ഞ സമയത്ത് എല്ലാവരും അതിനെ ഒരു നിസ്സാരവൽക്കരിക്കുന്നതായിട്ട് തോന്നി. എല്ലാവർക്കും അതൊരു തമാശ ആയിട്ട് എല്ലാവരും കാണുന്നതായിട്ട് എനിക്ക് തോന്നി. സരിക ചേച്ചി വരെ അത് കണ്ടിട്ട് ചിരിക്കുന്നു. ചിലർ എണ്ണീറ്റ് അവിടെ നിന്ന് മാറി അപ്പുറത്ത് പോയി ഇരുന്ന് ചിരിക്കുന്നു. തൊട്ടടുത്തിരുന്ന നെവിൻ വരെ പറയുന്നുണ്ട് ഇവൻ ചിരിക്കുന്നു എന്ന്. പിന്നെ ആര്യനെ നോക്കി ഒനിൽ പറയുന്നുണ്ട്. വീണ്ടും ലാലേട്ടൻ അപ്പാനി ശരത്തിനോട് ചോദിക്കുന്നുണ്ട്, അപ്പാനി എന്താണ് സംഭവം, എല്ലാവരും ഇങ്ങനെ ചിരിക്കുന്നുണ്ട്, അപ്പാനിയും ചിരിച്ചിരുന്നോ, എന്തുവായിരുന്നു കാര്യം? ശൈത്യ ഇവിടെ വന്നിരുന്നപ്പം ശൈത്യ എന്തോ ഒരു കൗണ്ടർ പറഞ്ഞു. അപ്പം ആര്യൻ ചിരിച്ചപ്പം ഞാനും ആര്യനെ നോക്കി ചിരിച്ചു. അത് കഴിഞ്ഞാണ് ശൈത്യ അവിടെ കഥ പറയാൻ തുടങ്ങിയത്. അപ്പോഴും ഇവൻ ചിരിക്കുന്നുണ്ടായിരുന്നു. ഞാനന്നേരം അവനോട് പറഞ്ഞു ചിരിക്കല്ലേ എന്ന്. അപ്പോൾ ഒനിൽ അവിടെ നിന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ആരാണ് അവിടെ ചിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞ് ആര്യനാണ് ചിരിക്കുന്നതെന്ന്. അപ്പം അടുത്തിരുന്ന സരിക ചേച്ചി അവനോട് പറഞ്ഞു പുറകിൽ പോയിരിക്കാൻ. അപ്പോൾ അവൻ അവിടെ നിന്ന് എണ്ണീച്ച് പുറകിൽ വന്ന് കിടന്നിട്ട് അവിടെ കിടന്ന് ചിരിച്ചു. അടുത്തതായി ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് റെന ഫാത്തിമയോട്, റെനയ്ക്കും ചിരി സഹിക്കാൻ പറ്റാതായിരുന്നോ? റെനയും ചിരിക്കുന്നുണ്ടായിരുന്നല്ലോ, എന്തുവായിരുന്നു? ലാലേട്ടൻ, ഞാൻ ശൈത്യയുടെ കഥ കേട്ടിട്ടല്ല ഞാൻ ചിരിച്ചത്, തൊട്ടടുത്തിരിക്കുന്നവർ ഓരോ എക്സ്പ്രഷൻ ഇടുന്നു, ചിരിക്കുന്നു, അതൊക്കെ കാണുമ്പോൾ അടുത്തിരിക്കുന്ന ആരായാലും ചിരിച്ചു പോകത്തില്ലേന്ന് റെന ഫാത്തിമ ലാലേട്ടനോട് ചോദിക്കുന്നുണ്ട്. അല്ലാതെ ഒരിക്കലും ശൈത്യയുടെ കഥ കേട്ടിട്ടല്ല ചിരിച്ചതെന്ന് റെന ഫാത്തിമ പറയുന്നു. അപ്പോൾ അപ്പാനി ശരത്തും പറയുന്നുണ്ട്, ശൈത്യയുടെ കഥ കേട്ടിട്ടല്ല ചിരിച്ചത്, അതിന് മുന്നേ ശൈത്യയോട്ടിരുന്നപ്പോൾ ഉണ്ടായ ഒരു സംഭവത്തിൻ്റെ പുറത്താണ് ഞങ്ങൾ ചിരിച്ചതെന്ന് തിരുത്തി പറയുന്നുണ്ട് ഇവർ.